നമസ്കാരം, ഞാൻ കൈസർ. എപ്പോഴും പറയുന്ന പോലെ എന്റെ കണ്ണിൽ ഞാനൊരു മനുഷ്യനാണെങ്കിലും മനുഷ്യന്റെ കണ്ണിൽ ഞാനൊരു നാടൻ പട്ടിയാണ്. എപ്പോഴും ഞാൻ ആലോചിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് എത്ര നല്ല പേരുണ്ടായിരുന്നു. ബ്രൂണോ, മാക്സ്, റോക്കി. എന്നിട്ട് എനിക്കിട്ടതോ കൈസർ. ഇത് ആലോചിക്കുമ്പോഴാ എനിക്ക് അങ്ങേയുടെ ഒരു വെറുപ്പ് തോന്നുന്നത്. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ വല്ലാത്തൊരു ബോറടിയാണ്. അപ്പൊ എൻ്റെ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ദേ ഇതൊക്കെയാണ്. ഇന്ന് ഞാൻ ഇതിനകത്തിൽ ഏത് ചെരുപ്പ് സെലക്ട് ചെയ്യും? കറുപ്പ് ഇന്നലെ എടുത്ത, പച്ച മിനിങ്ങാൻ എടുത്ത, ചുമപ്പ്. ഇതിനകത്ത് ഞാൻ ഇന്നൊരു അത്തപ്പൂക്കള ഡിസൈൻ അങ്ങോട്ട് ഇട്ടാലും അപ്പം കിട്ടുന്നൊരു ആനന്ദം അതൊന്ന് വേറെ തന്നെ. ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടണം. പിന്നെ ചവിട്ടുമെത്ത, സോഫയിലെ കവറ്, ഇതൊക്കെ ചുമ്മാ അങ്ങ് വലിച്ചു വാരിയിടും. ഒരു കാര്യമില്ല, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. വീട്ടിലിട്ട് ഇങ്ങനെ വളർത്തുന്നോണ്ടായിരിക്കും എപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ആ കേറിപ്പോയത് എൻ്റെ മുതലാളിയൊന്നുമല്ല, ആരോ ആണ്. പക്ഷേ ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ക്ഷീണം എന്നെ അനുവദിക്കുന്നില്ല. വീണ്ടും ഇവനെ കാണുമ്പോൾ എനിക്ക് ഒരക്കണമെന്നുണ്ട്. പക്ഷെ എന്തിനാ വെറുതെ ആരോഗ്യം വേസ്റ്റ് ആക്കുന്നത്? എൻ്റെ ക്ഷീണം എന്നെ അനുവദിക്കുന്നില്ല. ദേ ആ ഓടിപ്പിടച്ച് വരുന്നതാണ് എൻ്റെ മുതലാളി. ഷൂ എടുത്തോണ്ട് പോയോ? എന്റെ പൊന്ന് കൈസറാമൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു അരിച്ചില്ല. നീ എന്താടാ ഇങ്ങനെ? ഈ കുരയ്ക്കുന്ന കുര കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുതലാളിയുടെ ഷൂ സുമിത്ത് എടുത്തോണ്ട് പോയതാണെന്ന്. പക്ഷെ ശരിക്കും ആ ഷൂവിന്റെ ഉടമസ്ഥൻ മുതലാളിയല്ല, സുമിത്ത. ഓ, വീണ്ടും ഇവിടെ എല്ലാം കൊളവാക്കിയില്ലേ. മറ്റൊരു കാര്യം, ഞാനും മുതലാളിയും തമ്മിൽ നല്ല ബോണ്ടാണ്. ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് വരാൻ. ചോറ് കഴിക്കാൻ പാ. മുതലാളി കൂടുള്ളപ്പം എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷെ ഒറ്റയ്ക്കായി കഴിഞ്ഞാ ഭയങ്കര പേടിയാ. പേടിക്കണ്ട, നീ അവരും ചെയ്യത്തില്ല. ഈ കാണുന്നതിന് മാത്രമേ ഉള്ളൂ. ഇനി വാ. ആന്നോ? മുതലാളി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി കാരണോ ഞാൻ ഇങ്ങനെ കുരയ്ക്കുന്നത്. പക്ഷെ ആരെങ്കിലും എന്റെ തലയിൽ ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോ. ഇതാണ് എന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ മുതലാളി യാതൊരു കോംപ്രമൈസും കാണിക്കാറില്ല. ഞാൻ മിനിമം ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ ബീഫ് കറി, അല്ലെങ്കിൽ ഇതിന്റെ ഏതിൻ്റെയെങ്കിലും എല്ലെങ്കിലും വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മീൻ കറിയെങ്കിലും വേണം. ഇല്ലാതെ ഒരു വറ്റി ചോറ് ഞാൻ കഴിക്കൂല. ചോറിന്റെ അടിയിലേ ഇറച്ചി കഷ്ണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കഴിക്കണോ? എന്നാ പിന്നെ കഴിച്ചു നോക്കാം. വീണ്ടും എന്നെ പണ്ടത്തെ പോലെ ഇറച്ചി കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു. എത്രയൊക്കെ ദേഷ്യം എടുത്താലും വിശന്ന് കഴിയുമ്പോൾ ഞാൻ പോയി കഴിക്കും കേട്ടോ. അത് മറ്റൊരു കാര്യം. പിന്നെ ഫുഡ് കൊടുത്തിട്ട് മീനും ഇറച്ചിയൊന്നും ഇല്ലെന്ന് പറയാൻ കഴിക്കുന്ന പോലും ഇല്ലടാ. അവന്റെയൊക്കെ ഒരു ഭാഗ്യവേ. ആ കാണുന്നവരാണ് എന്റെ കൂട്ടുകാർ. വല്ലതും കഴിച്ചായിരുന്നോ? പട്ടിണിയാ. ഇവന്മാർ ഈ അവസ്ഥ കാണുമ്പോളാ ഫുഡ് വേസ്റ്റ് ആക്കലെന്ന് തോന്നുന്നേ. എന്നാ പിന്നെ അകത്തോട്ട് കയറിയാ മതില് ചാടാൻ പറ്റും. സൈഡിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട്. പേ പിടിക്കത്തില്ലയോ? നീ എന്താ കുറയ്ക്കാത്തത്? മുതലാളി അവന്മാരൊന്നും കഴിച്ചില്ലായിരുന്നു. പൊന്നു മോനെ, പേ പിടിച്ച നിനക്കറിയാലോ. ശ്രദ്ധിക്കടാ മോനെ. മുതലാളി പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. എന്നാലും വിസ വന്നോ? മറ്റന്നാളിൽ തന്നെ കയറണമെന്നോ? അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണേ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എമർജൻസി ആണെന്നോ? അയ്യോ, ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കാം. വൈകിട്ട് തന്നെ തിരിച്ചു വിളിക്കാം. ശരി. എടാ, വിസ വന്ന് മറ്റന്നാൾ തന്നെ പോണം. കൺഗ്രാറ്റ്സ് മുത്തേ, കൺഗ്രാറ്റ്സ്. അവന്റെ കാര്യം എങ്ങനെയാ? എടാ, ഇതിനെ നോക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി കാശാവും. നിന്നെ കൊണ്ട് താങ്ങത്തുമില്ല. എടാ, നീ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന നല്ലത്. എടാ, ഒന്നും നടന്നില്ലെങ്കിലേ അവനെ അവന്റെ കൂട്ടത്തിൽ വിടുന്നത് നല്ലത്.
എടാ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല, അല്ലായിരുന്നു ഞാൻ നോക്കിയത്. പ്രായമായി എനിക്ക് പട്ടി നോക്കാനൊന്നും പറ്റത്തില്ല. അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മ, എനിക്ക് വേറെ ആരോടും പറയാം, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ, അമ്മ ഒന്ന് നോക്ക്. എടാ മോനെ, എനിക്ക് എന്നെ നോക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പട്ടിയെ നോക്കുന്നേ? നോക്കമ്മ, എന്നെ കൊണ്ട് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. എടാ എനിക്ക് പറ്റത്തില്ല കുഞ്ഞെ, അതുകൊണ്ടല്ലയോ. എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാൻ പറ്റുമോ? ഓ എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ലടാ. എടാ നിനക്ക് ഒരു കൊല്ലത്തേക്ക് എങ്ങനെയെങ്കിലും നോക്കാൻ പറ്റുമോടാ? ഇല്ലടാ പറ്റത്തില്ല, സോറിടാ. നീ പറഞ്ഞത് നടക്കത്തുള്ളൂ, നീ ഇങ്ങോട്ട് വാ. എടാ ഇവിടെ ആകുമ്പോഴേ അവനെ പോലെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവൻ ഇവിടെ ജീവിച്ചോളും. വാ. തിരിച്ചു കൊണ്ടുവരണം, അവനെ തിരിച്ചു കൊണ്ടുവരണം. ആ, ആ, ആ.